അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 11 വ്യാഴാഴ്ച. ഇന്ത്യ ചൈന അതിർത്തി തർക്കം എത്രയും വേഗം പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ക്രിയാത്മക ചർച്ചകൾ നടത്തിക്കൊണ്ട് നമ്മുടെ അതിർത്തികളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും അത് നിലനിർത്താനും കഴിയുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും മോദി US മാഗസിനായ ന്യൂസ് വീക്കിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ആം ആദ്മി പാർട്ടിയിൽ പൊട്ടിത്തെറി. ഡൽഹിയിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി രാജ്കുമാർ ആനന്ദ് മന്ത്രിപദവിയും പാർട്ടി അംഗത്വവും രാജിവെച്ചു. പാർട്ടി അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്നും പാർട്ടിക്കുള്ളിൽ ദളിത് വിരുദ്ധ നടപടികളായതിനാൽ ഇനിയും തുടരാനാകില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. NCERTയുടെ +2 പൊളിറ്റിക്കൽ സയൻസ് പുതിയ പുസ്തകത്തിൽ കാശ്മീർ പുനഃസംഘടന പഠന വിഷയമാകും. ഇന്ത്യ ചൈന ബന്ധം ശക്തമാകാത്തതിന് കാരണം ചൈനയുടെ പ്രകോപനമെന്നാണ് പുതുതായി ചേർത്തിരിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സൈനിക സംഘർഷമെന്ന നേരത്തെയുള്ള പുസ്തകത്തിലെ ഭാഗം നീക്കിയാണ് ചൈനയുടെ പ്രകോപനമാണ് കാരണമെന്ന ഭാഗം ഉൾപ്പെടുത്തിയത്. 2014 മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥ മോശമായി ചിത്രീകരിക്കുന്നതാണ് പഴയ പുസ്തകമെന്നും ഇതിനാലാണ് മാറ്റം വരുത്തുന്നതെന്നുമാണ് NCERT നൽകുന്ന വിശദീകരണം. തനിക്കെതിരെ അസത്യപ്രചാരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. ഒരു അഭിമുഖത്തിൽ വൈദികർ ഉൾപ്പെടെയുള്ളവർക്ക് പണം നൽകി രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്ന ശശി തരൂരിന്റെ പ്രസ്താവനയാണ് പരാതിക്ക് അടിസ്ഥാനം. നോട്ടീസ് കൈപ്പറ്റി 24 മണിക്കൂറിനുള്ളിൽ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ആവശ്യം. CPM-ഉം BJP-യും പരസ്പരം പുറംചൊറിഞ്ഞു കൊടുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇങ്ങോട്ട് സഹായിക്കുന്നവരെ അങ്ങോട്ടും സഹായിക്കുന്നയാളാണ് പിണറായി വിജയനെന്നും അങ്ങനെയാണ് കുഴൽപ്പണക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ ഒഴിവാക്കി കൊടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും ഭിക്ഷയാണെന്നും ഹൈക്കോടതിയെ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഹങ്കാരത്തിന് 50 ലക്ഷം സാധാരണക്കാർ ബാലറ്റിലൂടെ തിരിച്ചടിക്കുമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന് വന്നതോടെ ഇനി എപ്പോൾ നൽകണം, എത്ര നൽകണം, ആർക്ക് നൽകണം എന്നൊക്കെ പിണറായി തീരുമാനിക്കും. ജനങ്ങൾക്ക് കിട്ടുമ്പോൾ വാങ്ങാം, കിട്ടിയില്ലെങ്കിൽ മിണ്ടാതെ മൂലക്കിരുന്നോണം എന്നാണ് മുഖ്യമന്ത്രിയുടെ തിട്ടൂരമെന്നും അദ്ദേഹം പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ ശ്രദ്ധ കിടപ്പുമുറിയിൽ നിന്ന് പൂജാമുറിയിലേക്ക് മാറിയത് നല്ല കാര്യമാണെന്നും നിരവധി കുടുംബങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്നും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയുടെ പൂജാമുറിയിൽ നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ടാകുമെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പരാമർശത്തിനോട് പ്രതികരിക്കുകയായിരുന്നു ഷിബു ബേബി ജോൺ. കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തെപ്പറ്റി ഒന്നും മിണ്ടാത്തത് വിസ്മയകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ 8 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളോട് പറയേണ്ട മുഖ്യമന്ത്രി അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. പറയാൻ കഴിയാത്ത തരത്തിൽ പരമദയനീയമായ അവസ്ഥയിലേക്ക് കേരളം കൂപ്പുകുത്തിയിരിക്കുകയാണ്. സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെ സംഘപരിവാർ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും സതീശൻ വ്യക്തമാക്കി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. സംസ്ഥാനത്തുടനീളം 2122 ക്യാമറകൾ ഉപയോഗിച്ച് തത്സമയ നിരീക്ഷണം നടത്തുന്നുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിലും ജില്ലകളിൽ സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ റൂമുകളിലും ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തുന്ന ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തുടങ്ങി പ്രധാന പ്രവർത്തനങ്ങളെല്ലാം തത്സമയം നിരീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും ഉയർന്ന താപനിലയ്ക്ക് സാധ്യത. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 45 ഡിഗ്രി വരെയാണ് ചൂട്. 14 ജില്ലകളിലും 35 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട്. പാലക്കാട് ഉൾപ്പെടെ വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്.
പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയുടെ ആരോപണം തള്ളി UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി. ദല്ലാൽ TP നന്ദകുമാറുമായി ആന്റോ ആന്റണി ഗൂഢാലോചന നടത്തി തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചെന്നായിരുന്നു അനിൽ ആന്റണി പറഞ്ഞത്. അനിൽ ആന്റണി വിവരദോഷം പറയുകയാണെന്നും ജീവിതത്തിൽ ഇന്നുവരെ ദല്ലാൽ നന്ദകുമാറിനെ കണ്ടിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ആന്റോ ആന്റണി പറഞ്ഞു. സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തി എന്ന ആരോപണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അന്വേഷിക്കട്ടെയെന്നും അതിനെ വെല്ലുവിളിക്കുകയാണെന്നും ആന്റോ ആന്റണി പറഞ്ഞു. ഗവർണറെ അവഗണിച്ചുകൊണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ച് സർക്കാർ. രാഷ്ട്രപതി അനുവാദം നൽകാത്ത ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വൈസ് ചാൻസലറെ നിയമിക്കാൻ സർക്കാരിന് അവകാശം നൽകുന്നതായിരുന്നു നിയമ ഭേദഗതി. സെർച്ച് കമ്മിറ്റിയിൽ യൂണിവേഴ്സിറ്റി, UGC, ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ പ്രതിനിധികളെ ഉൾപ്പെടുത്തും. കേരള സ്റ്റോറി നടന്ന കഥയാണെന്നും അതുകൊണ്ട് ഈ ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും വിവാദമാക്കുന്നതിന് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാരാണെന്നും K. സുരേന്ദ്രൻ. വർഗീയ ശക്തികളുടെ വോട്ടുകൊണ്ട് അധികാരത്തിലെത്താമെന്ന് വ്യാമോഹിക്കുന്നവരുടെ മോഹം നടക്കാൻ പോകുന്നില്ലെന്നും മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി വസ്തുതകളെ നിരാകരിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും ചെയ്യുന്നതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. സാന്റിയാഗോ മാർട്ടിനെതിരായ ED കേസ് വിചാരണ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ലോട്ടറി തട്ടിപ്പ് കേസിൽ എറണാകുളം PMLA കോടതിയിലെ നടപടിക്കാണ് സ്റ്റേ. EDക്ക് കോടതി നോട്ടീസ് അയച്ചു. സിക്കിം ലോട്ടറിയുടെ മറവിൽ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് കേസ്. കയ്യിലെ പണം വെറുതെ വെക്കേണ്ട. KSFയിൽ നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി. ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. അഴിമതിയുടെയും കൊള്ളയുടെയും മറ്റൊരു പേരാണ് DMK എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA ഭരണകാലത്തിൽ ഇന്ത്യയുടെ വികസനം 5Gയിലെത്തി. എന്നാൽ DMK 2Gയിൽ അഴിമതി നടത്തിയവരാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് DMK മുന്നോട്ട് വയ്ക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ പ്രധാനമന്ത്രി രൂക്ഷമായ വിമർശനമാണ് DMK കോൺഗ്രസ് സഖ്യത്തിനെതിരെ ഉന്നയിച്ചത്. ഒരു പ്രത്യേക സീസണിൽ ദേശാടന പക്ഷികൾ പ്രത്യേക സങ്കേതങ്ങളിലേക്ക് വരുന്നത് പോലെയാണ് പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം തമിഴ്നാട്ടിലേക്ക് വരുന്നതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. മോദിയുടെ ഉറപ്പുകളെല്ലാം കള്ളന്മാരെ കാവിമുക്കുന്നത് പോലെയുള്ള സ്ഥിരം BJP പരിപാടി ആയി പോകുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖലിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകൾ CBIക്ക് കൈമാറാൻ കൽക്കട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു. പരാതിക്കാർ 15 ദിവസത്തിനുള്ളിൽ CBIയെ സമീപിക്കണം. ലൈംഗിക പീഡന കേസുകളും ഭൂമി തട്ടിപ്പ് കേസുകളും കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കും. സ്വകാര്യത സംരക്ഷിക്കാൻ പ്രത്യേക ഇമെയിലിലൂടെ CBIക്ക് പരാതി നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആം ആദ്മി സർക്കാരിനെ തകർക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് ആം ആദ്മി വക്താവ് സഞ്ജയ് സിംഗ്. ഡൽഹിയിലെ AAP മന്ത്രി രാജ്കുമാറിന്റെ രാജിക്ക് പിന്നാലെയാണ് ഗുരുതര ആരോപണവുമായി സഞ്ജയ് സിംഗ് രംഗത്തെത്തിയത്. പ്രതിപക്ഷ പാർട്ടികളെ തകർക്കാൻ ED അടക്കമുള്ള ഏജൻസികളെ BJP ഉപയോഗിക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. ഭരണഘടന സംരക്ഷിക്കപ്പെടുന്ന കാലം വരെ ഏകാധിപത്യ സർക്കാരിന്റെ എന്ത് പീഡനവും സഹിക്കാൻ തയ്യാറാണെന്ന് തീഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയെ സന്ദർശിച്ച ശേഷം ആം ആദ്മി പാർട്ടി നേതാക്കളാണ് കെജ്രിവാൾ നൽകിയ സന്ദേശം മാധ്യമങ്ങളെ അറിയിച്ചത്. ഗാസയും സുഡാനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംഘർഷവും വിശപ്പും അനുഭവിക്കുന്നവർക്കും ഭവനരഹിതരായവർക്കുമൊപ്പമാണ് തന്റെ മനസ്സെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. ഗാസയിലെ യുദ്ധം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൈകാര്യം ചെയ്യുന്ന രീതി തെറ്റാണെന്നും നെതന്യാഹുവിന്റെ സമീപനത്തോട് യോജിക്കുന്നില്ലെന്നും ബൈഡൻ പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക് ഇനങ്ങളിലെ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് $50,000 അഥവാ 41.6 ലക്ഷം രൂപ സമ്മാനത്തുക നൽകുമെന്ന് പ്രഖ്യാപിച്ച് ലോക അത്ലറ്റിക്സ് സംഘടന. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ജേതാക്കൾക്ക് സമ്മാനത്തുക ലഭിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിലെ 48 അത്ലറ്റിക്സ് ഇനങ്ങളിലും സ്വർണം നേടുന്നവർക്ക് ലോക അത്ലറ്റിക്സ് സംഘടന ഈ തുക സമ്മാനമായി നൽകും. IPLിലെ അത്യന്തം ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 3 വിക്കറ്റിന് വീഴ്ത്തി ഗുജറാത്ത് ടൈറ്റൻസ്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് 76 റൺസ് എടുത്ത റിയാൻ പരാഗിന്റെയും 68 റൺസ് എടുത്ത സഞ്ജു സാംസണിന്റെയും മികവിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസ് 72 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലിന്റെയും അവസാന ഓവറുകളിൽ കത്തിക്കയറിയ രാഹുൽ തെവാട്ടിയ, റാഷിദ് ഖാൻ സഖ്യത്തിന്റെയും കരുത്തിൽ വിജയലക്ഷ്യത്തിലെത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.